അലൈക്കും. മൊഗ്രാലിൽ ഈ യാത്ര ദുരിതാനുഭവിക്കുന്ന കുറേ ദിവസമായി, അതായത് നോമ്പിന് തന്നെ എല്ലാവരും യാത്ര ദുരിതാനുഭവിക്കുന്നുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ ബസ് ഈ ഭാഗത്തിൽ വരുന്നില്ല. ബസ്സെല്ലാം ടോപ്പില്ല, ബസ്സെല്ലാം മുകളിൽ പോകുന്നുള്ളത്. അപ്പോൾ ഈ ബൈ ഉണ്ടല്ലോ, ഇവിടെയുള്ള ബൈ, ഇത് ബസ്സിന് കറക്റ്റ് പോകാനുള്ള ബൈ ഉണ്ട്. അപ്പോൾ ബസ്സൊന്നും താഴെ വരുന്നില്ല. അപ്പോൾ എല്ലാവരും കൂടിയിട്ടൊന്ന് സഹകരിച്ചിട്ട് പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിയർ ആക്കിയെങ്കിൽ ബസ് കറക്റ്റായിട്ട് വരും. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പ് നമ്മൾ എടുക്കണം. ഇൻഷാ അല്ലാഹ് 10-ാം തീയതി വരെ നമുക്കാക്കാം. അപ്പോൾ പരീക്ഷയ്ക്കും അങ്ങനെ എല്ലാവരും പിന്നെ കൊപ്പളത്ത് ആടെ അപ്പുറം ആണ് നിൽക്കുന്നുള്ള വണ്ടി. അപ്പോൾ ആടെ വെയിലത്ത് നല്ല പൊരി വെയിലത്താണ് ആൾക്കാരെല്ലാം നിൽക്കുന്നത്. നല്ല പൊരി വെയിലത്താണ് ആൾ നിൽക്കുന്നുള്ളത്. അപ്പോൾ ചിലപ്പോൾ റിക്ഷ അവിടെ നിന്ന് കിട്ടിയെന്നും വരുന്നില്ല. അങ്ങനത്തെ സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഇത് കണ്ടല്ല, ഇത് ULCC മാന്തി ഇട്ടിട്ട് പോയിനത്. ആരോ എന്തോ അടിച്ചോ തച്ചോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടല്ല. ഓരോ അതൊരു കാരണമാക്കിയിട്ട് ഇതിനെ മാന്തിയിട്ട് പോയിനത്. അത് ഈ നാട്ടുകാരനല്ലാത്ത ആരോ എന്തോ ഇതാക്കിയെന്ന് തോന്നുന്നു അങ്ങനെ. അപ്പോൾ അതിനുള്ള എന്തെങ്കിലും പരിഹാരം നമ്മൾ പെട്ടെന്ന് കാണണം. അപ്പോൾ ഇതിലെ ബസ് പാസ്സാവും, നല്ല ഈസിയിൽ ബസ് പാസ്സാവും. കുറച്ച് ജസ്റ്റ് ചെറിയൊരു പണിയെടുത്തെങ്കിലുള്ള ബസ് പാസ്സാവും. അപ്പോൾ ബസ്സെല്ലാം മുകളിലാണ് പോകുന്നുള്ളത്. അപ്പോൾ ആടെ കൊപ്പളത്ത് വഴി തടഞ്ഞു വെച്ചിട്ടാണ് ഉള്ളത് ചോറ്. അപ്പോൾ അതിനെ എടുത്തിട്ട് ബസ് റൂട്ട്, അതായത് KSRTC പ്രശ്നമില്ല, KSRTC മുകളിൽ പോയിക്കോട്ട്. പിന്നെ ആൾക്കാർ പെണ്ണുങ്ങളെല്ലാം അടുത്തെല്ലാം പോകുന്ന പെണ്ണുങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ അവർക്ക് ബസ്സിൽ പോകാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങോട്ടേക്ക് നടന്നിട്ട് പോയിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ റിക്ഷയില്ലെങ്കിൽ ആടത്തേക്ക് നടന്നിട്ട് പോയിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. പിന്നെ ആടെ ഇറങ്ങിയിട്ട് ഇങ്ങോട്ടേക്ക് വരണം. അഥവാ ആടുന്ന് മിസ്സായി പോയെങ്കിൽ പിന്നെ അതിൽ കുമ്പള ഇറങ്ങിയിട്ട് കുമ്പളയൊന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരണം അല്ലേ. അപ്പോൾ ജലിയ എന്ത് പറയാനുള്ള ആടെ ബൈ ബ്ലോക്ക് ആക്കിയത് കൊപ്പളത്ത് ബൈ ബ്ലോക്ക് ചെയ്തിട്ടുള്ള. അപ്പൊ അതിന്റെ ഒന്ന് ആ ബ്ലോക്ക് മാറ്റിയിട്ട് നമുക്ക് ഇതിലേക്ക് അല്ല അതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാനുള്ള ബസ്സിന് കട്ടിങ്ങിനുള്ള ഉണ്ടല്ലോ, നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ അതിൽ തന്നെ നമുക്ക് മൊഗ്രാലിനെ കൂടെ നിർത്തി ആടെ സ്റ്റോപ്പ് ആക്കിയിട്ട് അതിന്റെ കൂടെ ഇതിൽ നമുക്ക് ഏകദേശം പോകാനുള്ള വഴിയുണ്ട്, വഴിയുണ്ട്. പക്ഷെ നമുക്ക് അതിൽ തന്നെ സർവീസ് കൊടുക്കണം. നമുക്ക് ബസ് കട്ടിങ് ആവുന്ന സ്ഥലമെല്ലാം ഉണ്ട്. 10-ാം തീയതി വരെ ടൈം കൊടുക്കുന്നവർക്ക് ഞങ്ങൾ മാറ്റും. എല്ലാവരും ഓട്ടോ ഡ്രൈവറായ സുഹൃത്തുക്കള്, ജനങ്ങള്, സാമൂഹ്യ പ്രവർത്തകര്, മൊഗ്രാലുകാര് എല്ലാവരും കൂടിയിട്ട് ഒന്ന് സഹകരിച്ചിട്ട് അതിനെ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നോക്കുതാ ഇപ്പൊ ഒന്നുമില്ല, വണ്ടിയൊന്നുമില്ല, വണ്ടിയൊന്നും വരുന്നില്ല. കാരണം എന്താ പറഞ്ഞാൽ ആടെ ബസ്സിൽ ഇറങ്ങാൻ പറ്റുന്നില്ല, ആൾക്കാർക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, അറിയുന്നില്ല, പുതിയ ആൾക്കാർക്കൊന്നും അറിയുന്നില്ല. ആടെ അത് മാത്രമല്ല നല്ല പൊരി വെയിൽ ഇപ്പോൾ ഈ സമയത്ത്. പിന്നെ ആടെ നിൽക്കാനും പറ്റുന്നില്ല. ആടുന്ന് പിന്നെ അഥവാ ബസ് മിസ്സായെങ്കിൽ കുമ്പള പോയിട്ട് ഇറങ്ങേണ്ടി വരുന്നു. അപ്പോൾ എല്ലാവരും സഹകരിക്കണം. ഇൻഷാ അല്ലാഹ് 10-ാം തീയതി വരെ നമുക്ക് കാത്തു നിൽക്കാം. അത് കഴിഞ്ഞിട്ടായിട്ട് ഞമ്മൊരു മാർച്ച് നടത്തിയിട്ട് ഇൻഷാ അല്ലാഹ് ആ 10-ാം തീയതി ഇതാക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും. അതെന്ത് പറയാനുണ്ടോ? നമുക്ക് എല്ലാവരും ഇതിന് സഹകരിക്കണം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കാണുന്നില്ല, ഇപ്പം പെണ്ണുങ്ങൾക്ക് ആടുന്ന് നടന്നിട്ട് ഏകദേശം ആടുന്ന് കൊപ്പള ആ ബസ് സ്റ്റാൻഡ് എടുത്ത് മൊഗ്രാലിലേക്ക് നടക്കണം. ആടെ നിൽക്കാൻ ബസ് സ്റ്റോപ്പ് അല്ലെങ്കിൽ വെയിലത്ത് നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ അത് നമുക്ക് മാറ്റം ഉണ്ടാക്കിയിട്ട് നമ്മൾ മൊഗ്രാൽ ടൗണിലേക്ക് തന്നെ കൂടിയിട്ട് കാരി ബസ്സിന് മുമ്പിൽ കൂടിയിട്ട് പോകാനുള്ള അവസരം ഒരുക്കി തരണം നമുക്ക്. അതല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ള ഒരു പ്രദേശമായിട്ട് നമ്മൾ അറിയിക്കുന്നുണ്ട്. മൊഗ്രാലുകാർ എന്തോ ULCCക്ക് ഒരു ബുദ്ധിമുട്ടാക്കാതെ ഉണ്ടായിരുന്നത് മൊഗ്രാലുകാർ മാത്രം, മറ്റുള്ള ആൾക്കാരെല്ലാം ബുദ്ധിമുട്ടാക്കി. എന്നിട്ട് നമുക്ക് എതിരായിട്ടാണ് അവർ ചെയ്യുന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കണം ഇൻഷാ അല്ലാഹ്. ഈ ഡ്രെയിനേജ് ഇടത്തേക്ക് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇടത്തേക്ക് പിന്നെ അതിലുള്ളത് ഇതിലുള്ള അങ്ങോട്ട് നിന്നുള്ള മുകളിൽ നിന്നുള്ള എല്ലാ വെള്ളവും, എല്ലാ ഡ്രെയിനേജ് വെള്ളം ഇതുവഴിയാണ് വരുന്നുള്ളത്. ഇതുവഴിയാണ് വരുന്നുള്ളത്. ഇതുവഴി വന്നിട്ട് ഈ റോട്ടിൽ അത് ഇങ്ങനെ പോയിട്ട് എല്ലാ പരക്കും വീട്ടിലെല്ലാം ഫുള്ള് എല്ലാ വീട്ടിലേക്കും എത്തുന്നുണ്ട്. അപ്പോൾ ഇവരെന്താക്കിയത് ഇവിടെ മണ്ണ് നിറച്ചിട്ട് മണ്ണ് കയറ്റിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ജോയിൻറ്റും ഈ കാണുന്ന ജോയിൻറ്റും തമ്മിൽ ബന്ധിപ്പിച്ചിട്ട് ഈ ഡ്രെയിനേജിലേക്ക് ഈ കണക്ഷൻ കൊടുത്തെങ്കിൽ പണി ക്ലിയർ. അപ്പോൾ ഇതിനെ വെച്ചിട്ടാണ് പോയിട്ടുള്ളത്. ആ വണ്ടിയെല്ലാം ഇതിൽ പാസ്സാകുന്നുണ്ട്, അതിനൊരു പ്രശ്നമില്ല. ഒരു മിഞ്ഞാന്ന് ഒരു മഴ പെയ്തിന്, ആകെ 1 മണിക്കൂർ മഴ പെയ്തത്. പിറ്റേ ദിവസം രാത്രി വരെ ഇവിടെ ബ്ലോക്കാണ് ഉണ്ടായിരുന്നത് പറഞ്ഞാൽ. അപ്പോൾ ഇത് ചെറിയൊരു പണീനെ ചെറിയ പണി പറഞ്ഞെങ്കിൽ ഇവിടെ വെച്ചിട്ട് പാർപ്പാക്കാൻ ഒരു ദിവസം കൊണ്ട് ഈ പണി തീർക്കുന്നു. അപ്പോൾ ഇതിനെ പെൻഡിങ് വെച്ചിട്ടാണ് പോയിട്ടുള്ളത്. ആ വെള്ളം വരുന്നത് ഡ്രെയിനേജ് രണ്ടാമത് കൊടുത്തിട്ട് ആ ഡ്രെയിനേജ് കണക്ട് ചെയ്യണം. ഡ്രെയിനേജിലേക്ക് കണക്ട് ഈ നൈറ്റ് ആക്കണം. ക്ലിയർ മൊത്തം ഡ്രെയിനേജിന്റെ വെള്ളം വരുന്നത് ഇവിടെ വന്നിട്ട് അങ്ങോട്ടേക്ക് ഈ റോഡിലേക്കാണ് പോകുന്നത്. ഒരുപാട് വീടുകളിൽ പോകുന്നുണ്ട്. അതുകൊണ്ട് ആ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് മാറ്റി തരണം.
ഈ ഇവിടെ ഡ്രൈനേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു തന്നത്. അപ്പോൾ ഓർ പറഞ്ഞ് ഡ്രൈനേജ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഡ്രൈനേജ് ഇങ്ങനെ കൊടുത്താൽ മതി ഏകദേശം. ഇത് കൊടുത്തിട്ട് ഇവിടുന്ന് കണക്ഷൻ ഇത് രണ്ട് മാത്രം, എന്നിട്ട് ഈ ഡ്രൈനേജിലേക്ക് ഈ കാണുന്ന വെള്ളം ഇവിടുന്നുള്ള വെള്ളം ഇതിലേക്ക് കണക്ഷൻ കൊടുക്കേണ്ടത്. ഇതിനെ കൊടുത്താൽ മതി. ആ അതന്നെ 80% ഇവിടുത്തെ പ്രശ്നം തീർന്നു. ഡ്രൈനേജ് ആടെ ഉണ്ടാക്കി കൊടുത്തത്, ആടുന്ന ഒരു കട്ട് ചെയ്തിട്ട് ആടെ ഡ്രൈനേജ് ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് കലക്കി കൊടുത്തിട്ട് മതി. പിന്നെ അത് കഴിഞ്ഞാൽ ഈ മണ്ണിൽ കിട്ടി കഴിഞ്ഞാൽ ഏത് ഈ ഒരേ ലെവലിൽ തന്നെ പോറൂടെ. ഇവർ പറയുന്നതൊക്കെ ഇങ്ങനെ ഇതാക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഇത് ഒരു ബസ് വരാനുള്ള ഒന്നല്ല 2 ബസ് വരാനുള്ള വഴിയിലുണ്ട്. അത്രയും ഓപ്പൺ ആയിട്ടുണ്ട്. ആ സ്ഥലം മാത്രം, ആ ഒരു സ്ഥലം മാത്രമാണ് അങ്ങനെ ആക്കിയിട്ട് വെച്ചിട്ടുള്ളത്. നമ്മൾ റിക്ഷക്കാരോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം. അപ്പോൾ നമ്മൾ ഓട്ടോ സുഹൃത്തുക്കളാണ് ഇത്. അപ്പോൾ നമ്മൾ 10-ാം തീയതി വരെ കാത്തു നിൽക്കാം അല്ല, 10-ാം തീയതി വരെ കാത്തു നിൽക്കാം. അത് കഴിഞ്ഞെങ്കിൽ അതിനുള്ള പ്രതിഷേധ നടപടികൾ നമ്മൾ എടുക്കണം. എല്ലാ ഓട്ടോ സുഹൃത്തുക്കളും ഇതിനുണ്ടാവും. അതുപോലെ തന്നെ നാട്ടുകാരും സാമൂഹിക പ്രവർത്തകരും മുതലാളികാരും എല്ലാവരും അതിന് ഉറപ്പായിട്ടുണ്ടാവണം. ഉണ്ടാവില്ല അല്ല, എല്ലാവരും ഉണ്ടാവില്ല, ഉണ്ടല്ലോ അല്ല എല്ലാവരും ശരിയല്ലേ ബസ്സാ എല്ലാവരും ഉണ്ടാവല്ല. അപ്പം നമുക്ക് ഇവിടെ പെണ്ണുങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാ കാര്യത്തിലും പെണ്ണുങ്ങൾക്കും മറ്റും എല്ലാം ബുദ്ധിമുട്ടാകുന്നുണ്ട്. മാത്രമല്ല ആടെ റിക്ഷ എല്ലാ സമയത്തും എല്ലാം ഇപ്പോഴും ഉണ്ടാകുന്നില്ല റിക്ഷ. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ, ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. മാത്രമല്ല ഭയങ്കര ചൂടുള്ള സമയം ഇപ്പോൾ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനുള്ള നടപടി ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ 10-ാം തീയതി മുതൽ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ തന്നെ അവിടെ തുറന്നിട്ട് ഓപ്പൺ ആക്കിയിട്ട് ബസ് വരാനുള്ള എല്ലാ ഇതും ഉണ്ടല്ലോ ഇല്ല അല്ല, ഇതിലും ബസ് പാസ്സാവില്ല അതിനും ഇതാക്കിയിട്ട് ഒന്ന് സെറ്റാക്കാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, അസ്സലാമു അലൈക്കും.